യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും അന്ത്യശാസനം നൽകിയിരിക്കെ താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശം തള്ളി ഇറാൻ. പാകിസ്ഥാൻ ഔദ്യോഗികമായി പ്രതികരണം കൈമാറി. ഉപാധികളോടെ സമ്പൂർണ്ണ യുദ്ധവിരാമവും ഹോർമുസിന്റെ മേലുള്ള പരമാധികാരം എന്നതടക്കമുള്ള 10 നിർദ്ദേശം മുന്നോട്ട് വച്ചു. ഇറാനുള്ള സമയപരിധി നാളെ തീരുമെന്ന് ട്രംപ് ആവർത്തിച്ചു. മധ്യസ്ഥ രാജ്യങ്ങളുടെ 45 ദിവസത്തെ വെടിനിർത്തലിന് ട്രംപ് അനുമതി നൽകിയിട്ടില്ല എന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. MC നാസർ വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നു. നാസർ, ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ 10 നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം തന്നെ ഇനിയിപ്പോൾ ആക്രമണം കൂടുതൽ കടുക്കാനുള്ള ഒരു സാധ്യതയല്ലേ കാണുന്നത്? അനീഷ, തീർച്ചയായിട്ടും നാളെയാണ് താൻ നൽകിയിരിക്കുന്ന സമയപരിധി അവസാനിക്കുന്നതെന്ന് ട്രംപ് അല്പം മുമ്പ് വൈറ്റ് ഹൌസിൽ വ്യക്തമാക്കി. അതുമാത്രമല്ല, വേണമെങ്കിൽ തനിക്ക് ഈ ഘട്ടത്തിൽ തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റും. കാരണം ഒരു 15 വർഷമെങ്കിലും വേണ്ടിവരും ഇറാന് ആ പുനർനിർമ്മാണങ്ങൾ നടത്താൻ. പക്ഷേ താൻ കുറച്ചുകൂടി ലക്ഷ്യങ്ങൾ ഇറാനിൽ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ആണവായുധം സ്വന്തമാക്കുന്നതിൽ നിന്ന് ഇറാനെ തടയുകയാണ് തന്റെ ലക്ഷ്യം. വ്യക്തിപരമായിട്ട് ഇറാന്റെ എണ്ണയിൽ തനിക്ക് വലിയ താല്പര്യമുണ്ട്. പക്ഷേ തൽക്കാലം അതല്ല ലക്ഷ്യം. ആണവായുധം സ്വന്തമാക്കുന്നതിൽ നിന്ന് ഇറാനെ തടയുക മാത്രമാണ് ലക്ഷ്യം എന്നുകൂടി ട്രംപ് വ്യക്തമാക്കുന്നു. അതേസമയം മധ്യസ്ഥർ മുഖേന അമേരിക്ക മുന്നോട്ട് വെച്ച 45 ദിവസത്തെ വെടിനിർത്തൽ എന്ന നിർദ്ദേശം പൂർണ്ണമായിട്ടും ഇറാൻ തള്ളിയിരിക്കുകയാണ്. സമഗ്രമായിട്ടുള്ള ഒരു സമ്പൂർണ്ണ സ്വഭാവത്തിലുള്ള വെടിനിർത്തലാണ് തങ്ങൾക്ക് വേണ്ടത്. അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം ലഭ്യമാക്കേണ്ടതുണ്ട്. ഹോർമുസിന്റെ മേലുള്ള പരമാധികാരം തങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ആക്രമണം പൂർണ്ണമായിട്ടും ഇറാനിൽ മാത്രമല്ല മേഖലയിലെ ലബനാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും ആക്രമണം അവസാനിപ്പിക്കണം എന്നതുൾപ്പെടെയുള്ള 10 നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ രണ്ടു കൂട്ടരും അവരുടെ നിലപാടുകളിൽ കടുത്ത ഒരു അവസ്ഥയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സംഘർഷം കൂടുതൽ ശക്തമായിട്ട് നാളെ മുതൽ തുടരുമെന്ന കാര്യം ഉറപ്പാണ്. പാലങ്ങളും വൈദ്യുതി ടവറുകളും പൂർണ്ണമായി തകർക്കുമെന്ന മുന്നറിയിപ്പ് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആക്രമണം കൂടുതൽ കടക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. വിവരങ്ങൾ നൽകിയത് MC നാസർ.